നമസ്കാരം. തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. നമ്മുടെ ട്രിച്ചി തിരുവനന്തപുരം ഇൻ്റർസിറ്റിയുടെ ഫസ്റ്റ് LHB റണ്ണിൻ്റെ വീഡിയോ എടുത്തിട്ട് നേരെ തിരുവനന്തപുരം സെൻട്രലിൽ വന്നു. അവിടുന്ന് നേരെ കൊല്ലം പാസഞ്ചറിന് കയറിയിട്ട് തിരുവനന്തപുരം നോർത്തിലേക്ക് വന്നു. എന്നിട്ട് വീട്ടിലേക്ക് പോവാണ്, നാട്ടിലേക്ക് പോവാണ്. ഏത് വണ്ടിക്കാണ് പോകുന്നത് വെച്ചാൽ തിരുവനന്തപുരം നോർത്ത് നിന്ന് മുംബൈ LTTയിലേക്ക് പോകുന്ന ഒരു ബൈ വീക്കിലി വണ്ടിയില്ലേ, 221-14 നമ്പർ, ആ വണ്ടിക്കാണ് പോകുന്നത്. 12:55 ഇവിടുന്ന് കൊച്ചുവേളിയിൽ നിന്ന് വണ്ടി എടുക്കുന്നത്. സമയം ഇപ്പം 9:15 കഴിഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിലെ ഗുരുവായൂരിലേക്ക് ഫസ്റ്റ് LHB റൺ ഡിസംബർ 17 ഇന്ന് നടന്നിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ 17 കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഏത് വണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ഗുരുവായൂർ ഇൻ്റർസിറ്റി ആണ്. നമ്മുടെ ട്രിച്ചി തിരുവനന്തപുരം ഇൻ്റർസിറ്റിയുടെ റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് ഈ ഒരു ഗുരുവായൂർ ഇൻ്റർസിറ്റി. രണ്ടും ഒരേ ദിവസമാണ് ഫസ്റ്റ് LHB റൺ നടത്തിയത്. അതിൻ്റെ കുറച്ച് വിഷ്വൽ ഞാൻ എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഗുരുവായൂർ ഇൻ്റർസിറ്റി പുറപ്പെടുന്ന കുറച്ച് വിഷ്വൽ, അതാദ്യം നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഇതാണ് നമ്മുടെ തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റിയുടെ പുതിയ റേക്ക് കേട്ടോ. LHB ആയി. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, ട്രിച്ചി തിരുവനന്തപുരം ഇൻ്റർസിറ്റി. ആ വണ്ടിയായിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് ഈ തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റി. എന്താല്ലേ, നൈസാണേ. എല്ലാം 2025 മെയ്ഡ് കോച്ചാണ് കേട്ടോ. ഒന്നും പഴയ കോച്ചുകളില്ല, എല്ലാം അടിപൊളി കോച്ചാണ്. പക്ഷെ സീറ്റ് ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഗുരുവായൂർ യൂണിവേഴ്സിറ്റിയൊക്കെ ഫുള്ളായി കേട്ടോ. ബാക്കിലുള്ള ജനറലിൻ്റെ അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത്. സീറ്റൊക്കെ ഫുള്ളായിട്ട് സ്റ്റാൻഡിങ് ആവാൻ വേണ്ടി തുടങ്ങി. വൈകുന്നേരത്തെ കാഴ്ചയാണ് തിരുവനന്തപുരത്തെ കാഴ്ച. വഞ്ചിനാടിനും ഈ ഒരു യൂണിവേഴ്സിറ്റിക്കും, ഗുരുവായൂർ യൂണിവേഴ്സിറ്റി രണ്ടിനും നല്ല തിരക്കാണ്. തിരുവനന്തപുരം സെൻട്രൽ എറണാകുളം വഞ്ചിനാട് എക്സ്പ്രസിൻ്റെ ലോക്കോ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ വിജയവാഡ ലോക്കോ ഷെഡിനെയാണ്. WAP7 കവച് ഫിറ്റഡ് ആയിട്ടുള്ള ലോക്കോ ആണ് കേട്ടോ. ഗുരുവായൂർ യൂണിവേഴ്സിറ്റി LHB ആയതുകൊണ്ട് തന്നെ ഇതിൽ 1ാമത്തെ കോച്ചും 8ാമത്തെ കോച്ചും ലേഡീസ് ഓൺലി ആണേ. അങ്ങനെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് LHB റൺ തിരുവനന്തപുരം ഗുരുവായൂർ യൂണിവേഴ്സിറ്റിയുടെ ലോക്കോ റോയപുരത്തിൻ്റെ WAP7 ആണ്. 30-680 നമ്പർ. നമ്മുടെ കഴിഞ്ഞ ദിവസം ട്രിച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നില്ലേ, ആ സെയിം ലോക്കോ തന്നെയാണ്. ആ സെയിം റേക്ക് തന്നെയാണ് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിട്ട് 5:30 ഗുരുവായൂരിലേക്ക് പോകുന്നത്. യെസ്, അങ്ങനെ തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റിയുടെ ഫസ്റ്റ് LHB റൺ ഇവിടെ നടന്നിരിക്കുകയാണ്. സമയം കറക്റ്റ് 5:30, ഷാർപ്പ് ഡിപ്പാർച്ചർ. കേരളത്തിൽ നിന്നും ഗുരുവായൂരിലേക്കുള്ള ആദ്യത്തെ LHB ട്രെയിനാണ് കേട്ടോ നമ്മുടെ ഈ ഗുരുവായൂർ ഇൻ്റർസിറ്റി എന്ന് പറയുന്നത്. ഫുള്ള് 2025 മെയ്ഡ് കോച്ചാണ് കേട്ടോ. തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം സെൻട്രൽ ഗുരുവായൂർ. ഇതിൻ്റെ ഒരു റേക്ക് മാത്രമേ LHB ആയിട്ടുള്ളൂ. ടോട്ടൽ 2 റേക്കാണ് ഈ വണ്ടിക്കുള്ളത്. ഒരു റേക്ക് പഴയ ICF വെച്ചിട്ട് തന്നെ ഓടും. ICF ഉള്ളത് ഇനി എപ്പോഴാണ് LHB ആകുമെന്ന് പറയാൻ പറ്റില്ല. ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അടുത്ത് തന്നെ ആവുമായിരിക്കണം. ഇലക്ട്രിക് ലോക്കോകളിലെ ജനറേഷൻ 1 WAP1 WAP4 കിടക്കുന്നുണ്ടോ? എന്താ അല്ലേ, അടിപൊളി.
പൊളിയായിരുന്നു. വഞ്ചിനാട് അങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഡിപ്പാർട്ടായിരിക്കുകയാണേ. ഇത് നമ്മുടെ മുമ്പ് പോകുന്ന 2 റെയിൽ ഫാൻസ് ആണ് കേട്ടോ. ഇത് ഇങ്ങോട്ട് നോക്ക് ഗൈസ്. മിസ്റ്റർ പ്രണവ്, പേര് സിദ്ധാർത്ഥ്, ഇവിടുത്തെ കട്ട റെയിൽ ഫാൻസ് ആണ് കേട്ടോ. WAP 1 220/23 ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെയാണേ. ഈ വണ്ടിക്കാണ് ഞാൻ തിരുവനന്തപുരം നോർത്തിലേക്ക് പോകുന്നത്, എൻ്റെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വണ്ടി എടുത്തു കേട്ടോ. തിരുവനന്തപുരം സെൻട്രൽ കൊല്ലം പാസഞ്ചറിനാണ് ഞാൻ പോകുന്നത്. തിരുവനന്തപുരം നോർത്ത് വരെ ഉള്ളൂ, ഒരു 10-12 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ. ലോക്കോ ട്രിപ്പ് ഷെഡിൽ ഒരു കരിഞ്ഞ വിജയവാഡയുടെ ലോക്കോ ഉണ്ട്. WAP 7 കവച് ഫിറ്റഡ് ആയിട്ടുള്ള ലോക്കോയാ. 39,381 നമ്പർ. ഒരു P4 ഉണ്ട് കേട്ടോ ഉള്ളിൽ. നമ്മൾ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഡിപ്പാർട്ടായേ. സമയം ഇപ്പം 6:10. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം നോർത്തിലെത്തി. കൊല്ലം പാസഞ്ചർ ഇവിടെ നിന്നിട്ട് ഡിപ്പാർട്ടായി. നമുക്ക് പോകേണ്ട തിരുവനന്തപുരം നോർത്ത് മുംബൈ LTTയുടെ റേക്കാണ് അപ്പുറം കാണുന്നത് കേട്ടോ. അതിൻ്റെ സെക്കൻഡറി മെയിൻ്റനൻസ് ഇവിടെ നടക്കുന്നുണ്ട് തിരുവനന്തപുരം നോർത്തിൽ വെച്ചിട്ട്. അവർ ബാത്റൂമും കാര്യങ്ങളൊക്കെ വെള്ളം അടിച്ചിങ്ങനെ കഴുകി വൃത്തിയാക്കുക അപ്പുറത്തുനിന്ന്. ഈ കാണുന്നത് ഒരു തേർഡ് ഏഷ്യ B6. പിന്നെ കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച വൈകുന്നേരം മുംബൈയിൽ നിന്ന് എടുത്തിട്ട് ഇന്ന് ബുധനാഴ്ച ഇപ്പോൾ 8 മണിയാവുന്ന സമയത്ത് ഇവിടെ തിരുവനന്തപുരം നോർത്തിലെത്തിയ വണ്ടിയാണ്. എന്നിട്ട് അത് വൃത്തിയാക്കിയിട്ട് ഇന്ന് തന്നെ രാത്രി 12:55 ആവുന്ന സമയത്ത് ഇവിടെ നേരെ LTTയിലേക്ക് പോകും. ഗാസിയാബാദ് ലോക്കോ ഷെഡിൻ്റെ ഒരു P7 കണ്ടോ അവിടെ നിൽക്കുന്നത്? നൈസല്ലേ? ഗാസിയാബാദിൻ്റെ അവരുടെ P7 ഒക്കെ ഇങ്ങനെ P7 എന്ന് സൈഡിലായിട്ട് എഴുതി വിട്ടുണ്ടാവും കേട്ടോ. വലിയ ലെറ്ററിൽ P7 എന്നുണ്ടോ. ഗാസിയാബാദ് ഷെഡുകാർ മാത്രം ചെയ്യുന്നൊരു പരിപാടിയാണ്. 30,277 നമ്പർ. സമയം പോകുന്നേ ഇല്ലല്ലോ ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയം കളഞ്ഞുകൊണ്ടിരിക്കുക. വേറെ പണിയൊന്നും ഇല്ലല്ലോ. സമയം 10:30 ആയതേ ഉള്ളൂ. 12:55 വരെ ഇവിടെ പോസ്റ്റാണ്. ആരും ഇല്ല ഇവിടെ, എല്ലാവരും വരുന്നതേ ഉള്ളൂ. മുംബൈ LTT സൂപ്പർ ഫാസ്റ്റിൻ്റെ ട്രെയിൻ ബോർഡ് കണ്ടോ? തിരുവനന്തപുരം നോർത്ത് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ആ പേര് നോക്കണ്ട. തിരുവനന്തപുരത്തിൻ്റെ അവിടെ പത്മനാഭസ്വാമിയുടേതും പിന്നെ അപ്പുറത്തുള്ളത് മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. 221/13. അത് മുംബൈയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന നമ്പറാണ്. തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ടേക്ക് ലോക്മാന്യ തിലകിലേക്ക് പോകുമ്പോഴുള്ള നമ്പർ 221/14. നമ്മുടെ കേരളത്തിൽ നിന്നും ഗോവ, മുംബൈയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന വണ്ടി എന്ന് പറയുന്നത് നേത്രാവതി എക്സ്പ്രസ് ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ വണ്ടിയെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ആ വണ്ടിക്ക്. ഏറ്റവും കൂടുതൽ ഒരു ഡിമാൻഡുള്ള ട്രെയിനാണ് ഈ നേത്രാവതി. എപ്പോൾ നോക്കിയാലും ടിക്കറ്റ് ഉണ്ടാവില്ല. ഫുള്ളായിട്ട് ഓടുന്ന വണ്ടിയാണ് ഈ നേത്രാവതി. അതിന് കാരണമുണ്ട്. അത് ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ്. എന്നാൽ ഡെയിലി സർവീസ് നടത്തുന്നില്ലെങ്കിലും ആഴ്ചയിൽ 2 ദിവസം സർവീസ് നടത്തുന്ന തിരുവനന്തപുരം നോർത്ത് നിന്ന് മുംബൈ LTTയിലേക്ക് പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അതിനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒന്ന് പൊലിപ്പിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഒരു അണ്ടർ റേറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ് ഈ 221/14 നമ്പർ. തിരുവനന്തപുരം നോർത്ത് മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇനി നിങ്ങൾ ഗോവയിലേക്ക് മുംബൈയിലൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് നേത്രാവതിക്ക് ടിക്കറ്റ് വെക്കുന്ന സമയത്ത് ടിക്കറ്റ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് നോക്ക്, വണ്ടി എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ.
അത്യാവശ്യം കറണ്ട് അവൈലബിലിറ്റി ഒക്കെ ഉണ്ടാകുന്ന ഒരു വണ്ടിയാണ്. വീക്ക് ഡേയ്സിൽ ഇഷ്ടം പോലെ കറണ്ട് അവൈലബിലിറ്റി ഈ ഒരു വണ്ടിക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ ജനറലിൽ കയറിയിട്ട് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ജനറലിൽ കയറുന്നത്. ഗോവയിലേക്ക് മുംബൈയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ജനറൽ എടുക്കണ്ട. അത് ഫുട്ബോൾ കളിക്കുന്ന സ്പേസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ജനറൽ എടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾ സ്ലീപ്പറെങ്കിലും എടുക്കുക, നല്ല വൃത്തി കിടന്നുറങ്ങിയിട്ട് യാത്ര ചെയ്യുക. രാത്രിക്കുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ രാത്രിക്ക് എടുക്കുന്നില്ല കേട്ടോ. ഇവിടുന്ന് എടുക്കുമ്പോൾ തന്നെ 1 മണിയാവും, 12:55 അപ്പോൾ രാത്രിക്ക് എടുത്തിട്ട് എന്ത് കാണാനാ, മൊത്തം ഇരുട്ട് മാത്രം കാണേണ്ടി വരും നിങ്ങൾ. അതുകൊണ്ട് അങ്ങനെ നിങ്ങളെ വേർപ്പിക്കണില്ല. നമ്മൾ രാവിലെ തൃശ്ശൂരൊക്കെ ആവുന്ന സമയത്ത് ഏകദേശം വെളിച്ചം വന്ന് തുടങ്ങും. തൃശ്ശൂർ തൊട്ട് കണ്ണൂർ വരെയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ സെക്കൻഡറി മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് അവരെല്ലാം പോയി കേട്ടോ. അങ്ങോട്ടേക്ക് നടന്നു പോയി. പിന്നെ ടോയ്ലറ്റൊക്കെ ഒന്ന് വെള്ളം അടിച്ചിട്ട് വൃത്തിയാക്കി, വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നത് എടുത്ത് കളഞ്ഞു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളൂ. ഇതിൻ്റെ പ്രൈമറി മെയിൻ്റനൻസ് നടക്കുന്നത് മുംബൈയിൽ വെച്ചിട്ടാണ്. നമ്മൾ പോകുന്ന LTT സൂപ്പർ ഫാസ്റ്റിൻ്റെ കോച്ച് കമ്പോസിഷൻ വരുന്നത് ഒരു SLRD കോച്ച്, 4 ജനറൽ, 9 സ്ലീപ്പർ കോച്ചുകൾ, പിന്നെ 6 തേർഡ് AC കോച്ച്, 1 സെക്കൻഡ് AC കോച്ച്. ഇങ്ങനെയാണ് ഇതിൻ്റെ കോച്ച് കമ്പോസിഷൻ വരുന്നത്. നമ്മുടെ ജനറലിന് തൊട്ട് പുറകിലുള്ള കോച്ച് സെക്കൻഡ് AC ആണ്, A1. ഇതൊരു 2022 മെയ്ഡ് കോച്ചാണ്. അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ. സെൻട്രൽ റെയിൽവേയുടെ വണ്ടിയല്ലേ, കുഴപ്പമില്ല. അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 11 മണിയാക്കിയിട്ടുണ്ട്. ഇനിയും കിടക്കുന്നത് 2 മണിക്കൂറിനടുത്ത്. സമയം പോകുന്നേ ഇല്ല. ഫോണാണെങ്കിൽ നോക്കിയിട്ട് മടുത്ത്. ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ റീലും കണ്ടുകൊണ്ട് നടക്കുമായിരുന്നു. ടോയ്ലറ്റൊക്കെ അത്യാവശ്യം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കറ പിടിച്ച് കിടക്കുക, അതെന്തായാലും പോവില്ല. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പൈപ്പ് വെള്ളം വെച്ചിട്ട് അടിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. വാഷ് ബേസിനൊക്കെ അത്യാവശ്യം ഇപ്പം വൃത്തിയുണ്ട് കേട്ടോ. ഇനി തിരിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് എത്തുന്ന സമയത്ത് കേരളമൊക്കെ വിട്ട് കഴിഞ്ഞാൽ സംഗതിയൊക്കെ പോവും. പക്ഷെ ഇതിൽ അങ്ങനെ തിരക്ക്, അത്ര റഷ് വരാത്ത ട്രെയിൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. ഞാൻ കയറിയ നേരെ ഫ്രണ്ടിലുള്ള ജനറൽ കോച്ചിലേക്ക് വന്നതാണേ. ഇതിൽ ആരുമില്ല കേട്ടോ, ഒരു മനുഷ്യ കുഞ്ഞുപോലും ഇല്ല. എന്താ അല്ലേ, ഇനി ട്രെയിൻ വിടാനാവുന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ വരുമോയെന്നറിയില്ല. എന്നാലും ഒരു കണക്കില്ലേ, അത്രയൊന്നും വരാനൊന്നും ഉണ്ടാവില്ല. കുറച്ച് ആൾക്കാർ വരുമായിരിക്കും. ഇത് ദീൻ ദയാൽ കോച്ചാണ് കേട്ടോ. പിന്നെ നിർമ്മിച്ചത് റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയില കണ്ടോ. നിർമ്മിച്ച മാനുഫാക്ചറിങ് ഇയർ 2025 ഫെബ്രുവരി. പറയുമ്പോഴേക്കും കുറച്ച് പിള്ളേരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാവുള്ളൂ. ഈ കാണുന്ന ദീൻ ദയാൽ കോച്ചിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഒരു സൈഡിൽ ബാഗ് വെച്ചിട്ടുണ്ട്. 2020 നിർമ്മിച്ച കോച്ചായത് കേട്ടോ. ഇതിൻ്റെ പുറം വശമൊന്നും വലിയ വൃത്തിയില്ല. ഉൾവശം ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഇതിന് തൊട്ട് മുന്നിലുള്ളത് ഞാൻ നേരത്തെ കാണിച്ച ദീൻ ദയാൽ കോച്ച് തന്നെ. അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് SLRD കോച്ചാണ്. ഈ കാണുന്നതാണ് ഞാൻ കയറിയ കോച്ചിൻ്റെ ഇൻറ്റീരിയർ കേട്ടോ. ഒരു ബ്രൗൺ കളർ സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വൃത്തിയുണ്ടല്ലേ. ഇങ്ങനെയുള്ള സീറ്റുകൾ കാണാൻ നല്ല രസമാണ്. മറ്റേത് എപ്പോഴും നീല കളർ സീറ്റ് കാണുമ്പോൾ ഒരു മടുപ്പാണ്. അങ്ങനെ ഒരു ബ്രൗൺ കാണുന്ന സമയത്ത് ഒരു രസമല്ലേ. ബ്രൗൺ കളറ് മാത്രമേ വൃത്തിയുള്ളൂ കേട്ടോ. സീറ്റിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടോ, ഇതുണ്ടോ, എല്ലാം ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. എല്ലാ സീറ്റും ഏകദേശം അതുപോലെ തന്നെ കേട്ടോ. ഇതുണ്ടോ ഈ ഒരു സീറ്റൊക്കെ. അടുത്തത് കാണിച്ചു തരാം. ഡോറിൻ്റെ പെയിൻ്റൊക്കെ ഇത് അടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഗ്യാപ്പുകൾ കണ്ടോ, പെയിൻറ്റുകൾ ഇങ്ങനെ പോയതിൻ്റെ ഇങ്ങനെ പറഞ്ഞു പോവാ പെയിൻറ്റ്. ഇത് ഈ സൈഡൊക്കെ ഉണ്ട്. വന്ദേ ഭാരതിൻ്റെ റേക്ക് ഇത് പിറ്റ് ലൈനിൽ കയറ്റാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലോക്കോ വരുന്നുണ്ട്. ഇത് നമ്മുടെ ലോക്കോ വരുന്നുണ്ട്. ലാലാഗുഡയുടെ RPMൻ്റെ ഏതെങ്കിലും ഒന്നായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചതാണ്. ലാലാഗുഡയുടെ തന്നെയാണ്. 30407 നമ്പർ, WAP7. അങ്ങനെ നമ്മുടെ ലോക്കോ കപ്ലിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ക്യാബ് 1 ലോക്കോ പൈലറ്റ് ഇറങ്ങിയിട്ട് ക്യാബ് 2, അതായത് ഫ്രണ്ടിൽ പോയിട്ട് ബാക്കത്തെ പാൻറ്റോഗ്രാഫ് നോക്കിയിട്ട് എൻജിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 12:55 ആകുമ്പോൾ ഇവിടുന്ന് ഡിപ്പാർട്ടാവും.
12:50 ഒരു 5 മിനിറ്റ് ഉണ്ട് ഇനി വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും വലിയ തിരക്കൊന്നുമില്ല, സീറ്റൊക്കെ ഫുള്ള് വേക്കൻ്റാ. ഓരോ സീറ്റിലും ഓരോ ആൾക്കാർ വീതം നമ്മുടെ സ്ലീപ്പർ കോച്ചുകളൊക്കെ പോലെ കിടന്നുറങ്ങിയിട്ട് പോവുക. നമ്മൾ അന്ത്യോദയയിൽ പോയപ്പോൾ കണ്ടില്ലേ, അതുപോലെ ഇതിൻ്റെ അവസ്ഥ. ഇനി അങ്ങോട്ടെത്തുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അങ്ങനെ കറക്റ്റ് 12:55 തന്നെ നമ്മുടെ വണ്ടി ഇവിടുന്ന് തിരുവനന്തപുരം നോർത്ത് നിന്ന് എടുത്തിരിക്കുകയാണേ. ഇനി അടുത്ത സ്റ്റേഷൻ ഇതിന് വരുന്നത് കൊല്ലം ജംഗ്ഷനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കായംകുളം, കോട്ടയം വഴിയാണ് കേട്ടോ ഈ വണ്ടി പോകുന്നത്. എനിക്ക് തിരുവനന്തപുരം നോർത്ത് തൊട്ട് കണ്ണൂർ വരെ ആയത് 150 രൂപയാണേ. ഇത് സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ട്രെയിനാണ്. ഞാൻ മറ്റേ ATVM മെഷീനിൽ നിന്ന് ഒറ്റയ്ക്ക് തന്നെ എടുത്തു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ആ മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുക്കണേ. സിമ്പിളാണ് കേട്ടോ, ഒറ്റയ്ക്ക് തന്നെ എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഒന്നേ 52 കൊല്ലം ജംഗ്ഷൻ കയറുന്ന നമ്മൾ 1:42 ആയപ്പോഴേ കയറി കേട്ടോ. 10 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചിട്ട് കയറി. ഇനി ഇവിടെ നിന്ന് 1:55 എടുക്കുകയുള്ളൂ. ഇവിടെ കൊല്ലത്തുനിന്ന് കുറച്ച് ആൾക്കാർ കയറി കേട്ടോ. കുറച്ച് ആൾക്കാർ ഇവിടെ ഇറങ്ങുകയും ചെയ്തു. എന്നാലും സീറ്റൊക്കെ കാലിയാ. കൊല്ലത്തുനിന്ന് നമ്മൾ ഡിപ്പോട്ടെ. ഇനി അടുത്ത സ്റ്റോപ്പ് നമുക്ക് വരുന്നത് കായംകുളം ജംഗ്ഷനാണ്. അടുത്ത സ്റ്റേഷനായ കായംകുളത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പുറത്തൂടെ 163/48 തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് പോകുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ 2:30 എത്തേണ്ടതാണ്. 2:27 എത്തി. ഒരു 3 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചിട്ട് എത്തി. കായംകുളം കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് ചെങ്ങന്നൂരാണ്. പിന്നെ തിരുവല്ല, കോട്ടയം, എറണാകുളം ടൗൺ, അങ്ങനെ പോകും. നമ്മൾ കോട്ടയം എത്തി. സമയം 3:40 കേട്ടോ. ഇവിടുന്ന് 1-2 പേര് കയറി, അത്രേ ഉള്ളൂ. ഇപ്പോഴും സീറ്റുകളൊക്കെ കാലി. കോട്ടയം എക്സ്പ്രസ് ഉണ്ടോ? കഴിഞ്ഞ ദിവസം രാത്രിക്ക് എത്തിയ വണ്ടിയാണ്. തുഗ്ലക്കാബാദിൻ്റെ G9 അതിൻ്റെ ലോക്കോ. തുഗ്ലക്കാബാദ് ലോക്കോ ഷെഡിൻ്റെ G9 ഒക്കെ ഇവിടെ കേരളത്തിൽ എങ്ങനെ വന്ന് കളിക്കുന്നു പറഞ്ഞാൽ, കുറച്ച് ദിവസം മുന്നേ ഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്ന് ട്രിവാൻഡ്രത്തേക്കൊരു 1 വേ AC സൂപ്പർ ഫാസ്റ്റ് സ്പെഷ്യൽ ഉണ്ടായിരുന്നു. അതിന് കയറിയിട്ട് വന്ന ലോക്കോയാണ് ഈ G9. എന്നിട്ടിപ്പോൾ കുറച്ച് നാളായിട്ട് കേരളത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുക ഈ ലോക്കോ. സമയം രാവിലെ കറക്റ്റ് 6:17. ഓൺ ടൈമിന് തന്നെ വിത്ത് 0 ഡിലേ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വണ്ടി നല്ല അടിപൊളി റണ്ണിങ് ആണ്, ഒരു രക്ഷയില്ല. എവിടെയും ലേറ്റ് ആവണില്ല, ഓൺ ടൈമിന് ഓടിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഫുട്ബോളോ ടെന്നീസോ എന്ത് വേണേലും നിങ്ങൾക്ക് കളിക്കാനുള്ള സ്പേസും ട്രെയിനിനകത്തുണ്ട്.
നമ്മൾ പോകുന്ന ട്രെയിനിൻ്റെ നമ്പർ 221-14 എന്നാണ്. തിരുവനന്തപുരം നോർത്ത് മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നാണ് ഈ വണ്ടിയുടെ പേര്. ഈ വണ്ടി എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും തിരുവനന്തപുരം നോർത്ത്, അതായത് പഴയ കൊച്ചുവേളിയിൽ നിന്ന് രാത്രി 12:55 എടുത്തിട്ട് അടുത്ത ദിവസം പുലർച്ചെ 4 മണിക്ക് മുംബൈ LTTയിലേക്ക് എത്തും. ടോട്ടൽ 1503 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 27 മണിക്കൂറും 5 മിനിറ്റുമാണ് ഈ വണ്ടി എടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഈ വണ്ടി നല്ല അടിപൊളി റണ്ണിങ് ആണ്. വള്ളത്തോൾ നഗറിൻ്റെ ഔട്ടറിൽ നമ്മളെ പിടിച്ചു കേട്ടോ. ഇവിടെ നിന്ന് ഷൊർണൂരിലേക്ക് 4 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് വണ്ടി എടുത്തു കേട്ടോ. 6:45 കഴിഞ്ഞതേ ഉള്ളൂ. 7:10 ഷൊർണൂർ ഈ വണ്ടി കയറേണ്ടത്. അതൊക്കെ എടുത്തു. ഓറഞ്ചാണ് നമുക്ക് സിഗ്നൽ. നമ്മുടെ മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ ഓൺ ടൈമിന് തന്നെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷൊർണൂരെത്തി നമ്മൾ അപ്പുറത്തൂടെ പോകുന്നത് പാലക്കാട് നിന്ന് നിലമ്പൂരിലേക്ക് പോകുന്ന പാസഞ്ചറാണേ. (566.01) കോഴിക്കോട് നിന്ന് ഷൊർണൂരിലേക്ക് വന്ന പാസഞ്ചറാണ് അപ്പുറത്തേക്ക് ഇപ്പം വന്നത് കേട്ടോ. 7:15 ഷൊർണൂരിൽ നിന്ന് ഡിപ്പാർട്ടാവേണ്ട നമ്മുടെ LTT സൂപ്പർ ഫാസ്റ്റ് 7:25 ഇവിടുന്ന് ഡിപ്പാർട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജനശതാബ്ദി വരുന്നുണ്ട്, കണ്ണൂർ ട്രിവാൻഡ്രം ജനശതാബ്ദി JS. അത് ഔട്ടറിൽ പിടിച്ചിട്ടിരിക്കുക. അത് 7:30 ഇവിടെ ഷൊർണൂർ കയറേണ്ടത്. ഇത് നമ്മുടെ JS വരുന്നുണ്ട്. ഈ റോഡിൻ്റെ ഒരു P7 ലോക്കോ. നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി LHB ആയ പിന്നെ മെമുയുടെ സീറ്റ് മൊത്തം കയറ്റി വിട്ടിട്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ വരെ പറ്റണില്ലല്ലോ. ഇപ്പോൾ നടുവേദനയല്ലേ. സെയിം അവസ്ഥയാണ് നമ്മുടെ ട്രിച്ചി ട്രിവാൻഡ്രം ഇൻ്റർസിറ്റിയുടെ കോച്ചുകൾക്കും കേട്ടോ. ഒരു
അരമണിക്കൂർ ഇരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നടുവേദന തുടങ്ങും. സെയിം അവസ്ഥ. നമ്മുടെ ട്രിവാൻഡ്രം ഗുരുവായൂർ ഇൻ്റർസിറ്റി ഇല്ലേ, അതും റൈഡ് ഷെയറിങ്ങുള്ള വണ്ടിയല്ലേ, ട്രിച്ചി ഇൻ്റർസിറ്റി ആയിട്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നടുവേദന ഷുവറാണ്. പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ കയറിയാൽ സീറ്റ് പോകുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് കയറുന്ന ആൾക്കാരെ കണ്ടു നിങ്ങൾ? എന്ത് പറയാനാ. നമ്മൾ തിരൂരെത്തി കേട്ടോ. നമ്മൾ തിരൂരെത്തിയിട്ട് ഡിപ്പാർട്ടായി. 7:54 തിരൂർ കയറേണ്ടത് 8:04 ആയപ്പോഴാണ് കയറിയത്. ഒരു 11 മിനിറ്റിൻ്റെ ഡിലേ ഉണ്ട്. 8:04 8:05 കയറുമ്പോൾ. ഇപ്പോൾ തിരൂരെത്തിയ പിന്നെ നമ്മുടെ കോച്ച് ഏകദേശം ഫുള്ളായി കേട്ടോ. സീറ്റൊക്കെ ഏകദേശം ഫുള്ളാണ്. ഏകദേശം കണ്ണൂർ, കോഴിക്കോട് കണ്ണൂർ വരെയൊക്കെ ഉണ്ടാവുള്ളൂ. കാസർഗോഡ് ഈ ഒരു സ്ട്രെച്ച് ഇപ്പോൾ ഉള്ള 110 നിന്ന് 130 സ്പീഡ് അപ്ഗ്രേഡേഷൻ ചെയ്യാനായിട്ട് ട്രാക്കിൻ്റെയും സ്ലീപ്പറിൻ്റെയും പാലത്തിൻ്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉള്ളത്. പതുക്കെ ഇപ്പോൾ പോകുന്നത്. നേത്രാവതിയും പതുക്കെ ഇങ്ങനെ എഴിഞ്ഞെഴിഞ്ഞ പോയിക്കൊണ്ടിരുന്നത്. 8:32 കോഴിക്കോട് കയറണം. നമ്മൾ 8:47 ആയപ്പോൾ കയറാൻ തുടങ്ങിയിട്ടുണ്ടേ. അജ്നി ലോക്കോ ഷെഡിൻ്റെ ഒരു G9 അതെ കിടക്കുന്നത്. BCNA ഫ്രൈറ്റാണ്. ഭാഗത്ത് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഈ ട്രാക്കിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് വണ്ടിയിൽ കയറാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും ഇല്ലീഗലാണ്. ഇവരൊന്നും പറയാറില്ല എന്ന് തോന്നുന്നു. RPF ഒക്കെ നമ്മളെന്തെങ്കിലും മര്യാദക്ക് എവിടെയെങ്കിലും നിന്ന് വീഡിയോ ഒക്കെ എടുത്താൽ അത് ഭയങ്കര രാജ്യദ്രോഹ കുറ്റമാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല. എന്താ അല്ലേ? കോഴിക്കോടായപ്പോൾ കുറേ ആൾ ഇറങ്ങിപ്പോയി കേട്ടോ. കുറച്ചാളൊക്കെ കയറുമായിരിക്കും. സീറ്റ് എന്തായാലും ഫുള്ളായിരിക്കും. ഓഫീസ് ടൈം അല്ലേ, എന്തായാലും ആൾക്കാരുണ്ടാവും. ഞാൻ യാത്ര ചെയ്യുന്ന ഈ കോച്ചിൻ്റെ ടോയ്ലറ്റിൻ്റെ ഡോർ ആരോ വലിച്ചു പറിച്ച് പൊട്ടിച്ചു കേട്ടോ. അത് ഇന്നലെ രാത്രിക്ക് വൃത്തിക്ക് അടയുന്നില്ലായിരുന്നു, ക്ലോസ് ആവുന്നില്ലായിരുന്നു. എന്നിട്ട് ആരോ ദേഷ്യം വന്നിട്ട് 2 ചവിട്ട് കൊടുത്തതെന്ന് തോന്നുന്നു. അതിൻ്റെ വിജാഗിരിയൊക്കെ ഇളകിപ്പോയി. ദൈവമേ, ഇതിനെ എങ്ങനെ യൂസ് ചെയ്യും? രാജസ്ഥാൻ്റെ നോർത്തേൺ മോസ്റ്റ് സിറ്റി ആയിട്ടുള്ള ശ്രീഗംഗാ നഗറിന് നമ്മുടെ തിരുവനന്തപുരം നോർത്തിലേക്ക് പോകുന്ന എക്സ്പ്രസ് ആണ് പോയത്. ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു P7 ആയിരുന്നു ലോക്കോ.
8:29 തലശ്ശേരി കയറണ നമ്മൾ 9:49 ആയപ്പോൾ ഇതാ കയറുവാണേ. 20 മിനിറ്റിൻ്റെ ഡിലേ ഉണ്ട് കേട്ടോ. തലശ്ശേരി അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ മറ്റേ ഏറനാട് എക്സ്പ്രസ്സിന് കാത്തു വെക്കാൻ തോന്നുന്നു. ഷൊർണൂരൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന പിന്നെ നല്ല അടിപൊളി വിടലായിരുന്നു കേട്ടോ വണ്ടി. P7 ആ ഒരു പവർ കാണിച്ചു തന്നു. നമ്മുടെ ഈ ഒരു സ്ട്രെച്ച് 130 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല വേറെ ലെവലാവും കേട്ടോ. ഇപ്പം തന്നെ ഈ വണ്ടി നല്ല അടിച്ച് മിന്നിച്ച് പോകുന്നുണ്ട്. 130 ആയിക്കഴിഞ്ഞാൽ വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്നായാൽ മതിയായിരുന്നു. അങ്ങനെ തലശ്ശേരിയിൽ നിന്ന് വണ്ടി ഇപ്പോൾ ഡിപ്പാർട്ടായി. കണ്ണൂരിൽ കയറേണ്ട ടൈം ആകുമ്പോഴാണ് നമ്മൾ തലശ്ശേരി എത്തിയത് കേട്ടോ. വണ്ടി ഒരു 20 മിനിറ്റ് ഡിലേ ഉണ്ട്. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ എന്തായാലും ഓൺ ടൈം ആവും. മംഗലാപുരം ജംഗ്ഷനൊക്കെ ആവുന്ന സമയത്ത് ബഫർ ടൈം കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടേക്ക് കയറിയാൽ പിന്നെ നോക്കണ്ട, എന്തായാലും ലേറ്റ് ആവും. ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊങ്കൺ റെയിൽവേ എങ്ങനെ പിടിച്ചിടും. നമ്മുടെ ഈ മുംബൈ LTT സൂപ്പർ ഫാസ്റ്റിന് കേരളത്തിലാകെ 13 സ്റ്റേഷനുകളിലാണ് സ്റ്റോപ്പ് ഉള്ളത്. അതാണ് വെടിച്ചില്ല് പോലെ അങ്ങ് പോകുന്നത്. പക്ഷെ അത് പറയുമ്പം വെടിച്ചില്ല് പോകുന്ന പോലെ പറയുമ്പം വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. കേരളത്തിൽ ഇതുപോലെ അങ്ങ് പോകുന്നതാണെങ്കിലും കൊങ്കണിൽ കയറിയാൽ പിന്നെ ഈ സാധനത്തിനെ അവരിട്ട് വലിപ്പിക്കും കേട്ടോ. കൊങ്കൺകാർക്ക് പിന്നെ ഏത് രാജധാനി ആയാൽ പോലും അവർ ഇട്ട് വലിപ്പിക്കും. അത് അങ്ങനെ ഒരു സാധനമാണ് ഈ കൊങ്കൺ റെയിൽവേ. ഈ വണ്ടി എത്ര ഓൺ ടൈമിന് ഓടിയാലും കൊങ്കണിൽ കയറിയാൽ അവർ പിടിച്ച് ലേറ്റ് ആക്കും. എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്നിട്ട് മുംബൈയിലെത്താൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും. നമ്മളങ്ങനെ കണ്ണൂരെത്തി കേട്ടോ. കണ്ണൂരെത്തിയിട്ട് ഞാൻ ഇറങ്ങി ഫ്രണ്ടിലോട്ട് വന്നു. ലോക്കോടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ലാലാഗുഡയുടെ ആണ് കേട്ടോ, WP7 30407 നമ്പർ. അങ്ങനെ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര കണ്ണൂരെത്തി അവസാനിപ്പിച്ചിരിക്കുകയാണ്. മുംബൈ LTT സൂപ്പർ ഫാസ്റ്റിന് നല്ല അടിപൊളി വണ്ടിയാണ്. നിങ്ങൾക്ക് മോർണിംഗ് ടൈമിൽ കൊങ്കണിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഗോവയിലൊക്കെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ട്രെയിൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ കണ്ണൂരിൽ നിന്ന് നിങ്ങൾ കയറിയാലും മതി. വൈകുന്നേരം 5 മണി ആ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഗോവയിലെത്താൻ വേണ്ടി പറ്റും. ഇത് നോൺ മൺസൂൺ ടൈം ടേബിളാണ്. കൊങ്കണിൽ മൺസൂൺ ടൈം ടേബിൾ വന്നാൽ ഈ സമയത്തിന് വ്യത്യാസം വരും. ഇപ്പം മൺസൂൺ അല്ലാത്ത സമയമായതുകൊണ്ട് വൈകുന്നേരം 5 മണിയാവുന്ന സമയത്ത് മഡ്ഗാവിലെത്തും. നിങ്ങൾക്ക് കൊങ്കണിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ട് ഗോവയിൽ പോകാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്നതാണെങ്കിൽ ഈ ഒരു വണ്ടി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് സ്ലീപ്പറിൽ ടിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ജനറലിൽ കയറിയാൽ മതി. നല്ല വൃത്തിയായിട്ട് ഇരുന്ന് സുഖമായിട്ട് വരാം. ഒരു റഷും കാര്യങ്ങളും ഒന്നുമില്ല. സ്റ്റാൻഡിങ് പോലും ഇല്ല. സീറ്റ് തന്നെ കാലി അടിച്ചിട്ടാണ് വണ്ടി പോകുന്നത്. എന്താ അല്ലേ, ഇതുപോലത്തെ വണ്ടി നമ്മുടെ മാവേലി മലബാറൊക്കെ ആണെങ്കിലോ അത് തൂങ്ങിപ്പിടിച്ച് വരണ്ടേ ഇവിടം വരെ. ഇതാവുന്ന സമയത്ത് നമുക്കിരുന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം. കൃഷ്ണരാജപുരത്തിൻ്റെ P7 അത് റിവേഴ്സ് അടിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു. അത് യശ്വന്ത്പൂർ കണ്ണൂരിന് വന്നതാണേ. ഇപ്പോൾ ഇവിടെ കണ്ണൂർ എത്തിയിട്ട് ലോക്കോ ഇവിടുന്ന് ഊരിയിട്ട് ഇനി നേരെ ഫ്രണ്ടിൽ പോയിട്ട് പഠിപ്പിക്കും. എന്നിട്ട് വൈകുന്നേരം 6 മണിക്ക് ഇവിടുന്ന് കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ആയിട്ട് പോകും. ഈ കാണുന്ന റേക്ക് SMVT കണ്ണൂർ. ഇപ്പം SMVT വരെയാണ് പോകുന്നത്. അത് അടുത്ത വർഷം 2026 ജനുവരി 15 തൊട്ട് KSRലേക്ക് തന്നെ മാറ്റും. KSRൽ എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇപ്പം SMVTയിലാണ് ഇതിൻ്റെ യാത്ര തുടങ്ങുന്നത് അവസാനിക്കുന്നതൊക്കെ.
SMVT മുരുടേശ്വർ എക്സ്പ്രസ് ആയിട്ട് റൈഡ് ഷെയറിംഗ് ഉള്ള നമ്മുടെ വണ്ടി കണ്ണൂർ SMVT മുരുടേശ്വർ. അപ്പോൾ മുംബൈ LTT സൂപ്പർ ഫാസ്റ്റിൻ്റെ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെയുള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വണ്ടിക്ക് നമുക്ക് എൻഡ് ടു എൻഡ് അടിക്കാം കുറച്ച് നാൾ കഴിഞ്ഞിട്ട്. ഇനി വേറെ എവിടേക്കെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.